വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്ററും ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്ററും തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും 6.5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും വൈറ്റിലയിലേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു മനോഹരമായ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ടെക്സ്ചർ വർക്കും വാൾ ടൈലും അതുപോലെ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള കളർ കോമ്പിനേഷനുമാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. റോഡിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ടാറിംഗ് ആണ് വരുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഷോ ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു SUV കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലാണ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസും വരുന്നുണ്ട്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ചിപ്സ് ആണ് 4 സൈഡിലും വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായി കിണർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്ലോസി പാറ്റേണിലുള്ള ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 4 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ പ്ലാവിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പൂജാ യൂണിറ്റോ അല്ലെങ്കിൽ രൂപകൂടോ വെക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയയും വരുന്നത്. അധികം സീലിംഗ് വർക്കുകളൊന്നും ഇല്ലാതെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു കോർണറിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് ഒക്കെ കൊടുത്ത് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ ഈ ഒരു ഡൈനിങ് സ്പേസിലും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് സെറയുടെ വാഷ് കൗണ്ടർ വരുന്നത്. സ്റ്റോറേജും മിററോടും കൂടിയാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പാർട്ടീഷൻ വോൾ ലഭിക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ഈ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിന് ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് എല്ലാം തന്നെ കൗണ്ടർ സ്പേസിനോട് ചേർന്ന് വരുന്നുണ്ട്. കൂടാതെ മൈക്രോവേവ് ഓവൻ വെക്കാനായിട്ടും ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസും വലുപ്പമുള്ളൊരു സിങ്കുമാണ് വർക്ക് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഗ്രിൽ ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ RRൻ്റെ വയേഴ്സും LEസിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി പാറ്റേണൽ ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. വുഡായിട്ട് പ്ലാവും ആഞ്ഞിലിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സൗത്ത് സൈഡ് വോളായിട്ട് ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ പാനലിംഗ് വർക്കും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടി നീളവും 8.5 അടി വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്.
സ്റ്റെയറിനോട് ചേർന്ന് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകൾ ചെയ്താണ് വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് നമ്മൾ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗും വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടി നീളവും 11.5 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തായിട്ട് ബെഡിന്റെ ഹെഡ് പോർഷനിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറാഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടുള്ള പില്ലറിന് വോൾട്ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്തിരിക്കുകയാണ്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഒരു ബെഡ്റൂം കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പേസിലേക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും ഒരു സ്പേഷ്യസ് ആയ കാർ പാർക്കിങ്ങോടും കൂടി ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.